ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം, ടോപ്പിക്കിലേക്ക് പോകാം. ഒരു അദൃശ്യ ശക്തി ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓർഫെയിൻഡ് ആണ് കാണിക്കുന്നത്. രണ്ടുപേരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഇത്തരം സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിലും ഒറ്റയ്ക്കായിരിക്കാം നിൽക്കുന്നത്, ഈ പേഴ്സൺ ആണെങ്കിലും ഒറ്റപ്പെട്ടിട്ടായിരിക്കാം നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഫീലിങ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളായിരിക്കാം, എന്തു ആയിക്കോട്ടെ, നിങ്ങളോടുള്ള ഫീലിങ്സിനാണ് ഈ വ്യക്തി പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളോടുള്ള ഫീലിങ്സിനാണ് ഈ വ്യക്തി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് എന്നാണ്. അതായത് ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് അമിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്, എവിടെയായിരിക്കും, എന്തായിരിക്കും, ഏതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് പേടിയുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് ആണ്. അതായത് ഈ പേഴ്സന്റെ ഫീലിങ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടാലിസ്മാൻ ആണ്. ഈ വ്യക്തി ദൂരെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഭംഗിയും സൗന്ദര്യവും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു, നിങ്ങളോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ദൂരേക്ക് നടന്ന് നീങ്ങിയപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം, നിങ്ങളുടെ സ്വഭാവ സൗന്ദര്യം, നിങ്ങളുടെ ശാരീരിക സൗന്ദര്യം, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ടാലിസ്മാൻ എനർജിയാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ സൗന്ദര്യം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം ഈ വ്യക്തി ദൂരെ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം സൗന്ദര്യമുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം മനോഹരമായ വ്യക്തികളാണ്, നിങ്ങൾക്ക് എന്തോരം പോസിറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓ, വെരി സൂപ്പർ. ദ ലോർഡ് കൃഷ്ണ ഭഗവാനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. യെസ്, ദ ലോർഡ് കൃഷ്ണ. ലുക്ക് അറ്റ് ദിസ് കാർഡ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ലോർഡ് കൃഷ്ണ ഭഗവാനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സ്പിരിച്വൽ ഗൈഡൻസിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ദൈവം ഓൾറെഡി അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടിയാണ്. നിങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരും അൺകണ്ടീഷണൽ പരമായിട്ട് സ്നേഹിക്കപ്പെട്ടവരും ഉള്ളവരാണ്. ഭഗവാന് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ കൃഷ്ണഭക്തരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ നോക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ കേൾക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ
ബ്രിജിറ്റ് ആണ്, ഇന്നർ സ്ട്രെങ്ത് ആണ്. മൂവ് ബാക്ക് ടു ബോൾഡ്നെസ്, റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് ദ പവർ എന്നാണ്. ഒരിക്കലും ഇവിടെ പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഈ റിലേഷൻഷിപ്പ് ശരിയാവുന്നില്ല, പുറകിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് വരാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ വളരെയധികം തൻ്റെ ഇടമുള്ള ആൾക്കാരാണ്. നിങ്ങൾ മാനസികപരമായിട്ട് വളരെയധികം തൻ്റെ ഇടമുള്ള വ്യക്തികളാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെ ഇന്നർ സ്ട്രെങ്ത് മുന്നിട്ട് നിൽക്കുന്ന, വളരെ മനോധൈര്യമുള്ള, മനഃശക്തിയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പിന്നിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പവറാണ്. അത് പ്രപഞ്ച ശക്തി തന്നെ അംഗീകരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അറിഞ്ഞു തന്നിട്ടുള്ള ഒരു പവറും കൂടിയാണ്, ഒരു മനഃശക്തിയും കൂടിയാണ്. അത് നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല, വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും. യെസ്, ലിബറേഷൻ ആണ്. ഈ വ്യക്തിക്ക് പലപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അത് വീട്ടുകാരായിരിക്കാം, ജാതിയായിരിക്കാം, മതമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്നിങ്ങനെയുള്ള ഒരുപാട് സ്വാതന്ത്ര്യമില്ലായ്മ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം തന്നെ ആയിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുതിയൊരു തുടക്കം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല. കാരണം സ്വാതന്ത്ര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? ആ സ്വാതന്ത്ര്യം ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പേഴ്സന്റെ ചുറ്റിനുമുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണോ ആ തടസ്സങ്ങളെയെല്ലാം നീക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യമാണ് ഏതൊരു മനുഷ്യന് ആവശ്യം, അല്ലേ? നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും മര്യാദക്ക് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ പലപ്പോഴും സ്വാതന്ത്ര്യമില്ലായ്മയാണ് എപ്പോഴും പ്രശ്നമായിട്ട് നിന്നിരുന്നത് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആ സ്വാതന്ത്ര്യമില്ലായ്മ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ പേഴ്സണും ആണ് ഉള്ളത്. നിങ്ങൾ രണ്ടുപേരുമാണ് തീരുമാനിക്കേണ്ടത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേർക്കും തീരുമാനിക്കാൻ സാധിക്കാതെ മൂന്നാമതൊരു വ്യക്തി വന്ന് അത് ഇടപെടുക, അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു വ്യക്തി വന്ന് നിങ്ങളുടെ പ്രണയബന്ധത്തെ എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. യെസ്, ഡിവൈൻ ടൈമിംഗ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ്, ലവ് അറൈവ്സ് വെൻ ഇറ്റ്സ് മെന്റ് ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഡിവൈൻ ടൈമിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്, ദൈവികമായിട്ടുള്ള സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രണയം നിങ്ങളുടെ അടുത്തേക്ക് അധികം വൈകാതെ തന്നെ വരിക തന്നെ ചെയ്യും. നിങ്ങൾ അത്രമാത്രം പ്രണയത്തെ ആരാധിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. പ്രണയത്തിന് ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ഒരു തക്ക സമയത്ത്, ആ ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഉറപ്പായിട്ടും വന്നിരിക്കും എന്നാണ് പറയുന്നത്. ഇംപാർഷ്യാലിറ്റി, അതായത് ഈ പേഴ്സന് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കും കൂടി പ്രാധാന്യം നൽകുന്ന രീതിയിലേക്കാണ്. അതായത് ഇവിടെ പാർഷ്യാലിറ്റി ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നിരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ അമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, നിങ്ങൾക്ക് പ്രാധാന്യമില്ല. അപ്പൊ അത് പാർഷ്യാലിറ്റി ആണ്, അല്ലേ? ഒരാൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക, മറ്റൊരാൾക്ക് പ്രാധാന്യവും വിലയും ഇല്ല. ഇപ്പൊ നിങ്ങളുടെ വാക്കിന് ഒരു വിലയില്ല, നിങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ അമ്മ പറയുന്നതാണ് കേൾക്കുന്നത്, അമ്മ പറയുന്നതാണ് അനുസരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്.
അപ്പൊ അതൊരു പാർഷ്യാലിറ്റിയാണ് അവിടെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ ആ പാർഷ്യാലിറ്റി എല്ലാം മാറി ഇംപാർഷ്യാലിറ്റിയിലേക്ക് വരുന്നു, സമതുല്യതയിലേക്ക് വരുന്നു. അതായത് എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് പാർഷ്യാലിറ്റി ആയിരുന്നു പലപ്പോഴും പക്ഷാഭേദം, ഒരു വ്യക്തികളോട് മാത്രം സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് മാത്രം എന്താ പറയാ ബഹുമാനം കാണിക്കുക, അവര് പറയുന്നത് മാത്രം കേൾക്കുക. അപ്പോൾ അതായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് നിന്നിരുന്നത്. ആ ഒരു അവസ്ഥ മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നെവർ എൻഡിങ് എ സ്റ്റോറി എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കത്തില്ല. നമ്മുടെ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അവസാനിക്കാൻ പറ്റുമോ? കൃഷ്ണന്റെ സ്നേഹം, കൃഷ്ണനോടുള്ള ഭക്തി നമുക്ക് എവിടെയെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ഇൻഫിനിറ്റി ആണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രണയബന്ധവും ഒരു മഹാസാഗരം പോലെ കിടക്കുകയാണ്. അതൊരിക്കലും എൻഡ് ആവാത്ത രീതിയിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് തീർച്ചയായിട്ടും ഇതൊരു നെവർ എൻഡിങ് സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ റീഡിങ്. ഇന്ന് ക്ലൂസ് എടുക്കുന്നില്ല. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.